നമുക്കിനി മോഷണൽ EMF കൊണ്ട് മോഷണൽ ഇൻഡക്ഷൻ അല്ലെ മോഷണൽ EMF അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു റൂളുണ്ട്. RIP, റെസ്റ്റ് ഇൻ പീസ്. R stands for right, P stands for palm, I stands for induction. Right induction palm, RIP എന്നോർത്താൽ മതി. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടക്ടർ ഈ പേപ്പറിന് വെളിയിലോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ വെലോസിറ്റി പേപ്പറിന് വെളിയിലോട്ട്. എങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെ ടിപ്പ് വലത് കൈയുടെ ഉള്ളം കൈയിൽ വന്നിടിക്കത്തക്കവണ്ണം നൂർത്തു പിടിക്കുക. തള്ളവിരൽ കണ്ടക്ടർ ചലിക്കുന്ന ഡയറക്ഷനിലേക്ക് ചൂണ്ടിയിരിക്കണം. എങ്കിൽ 4 വിരൽ എങ്ങോട്ട് ചൂണ്ടിയിരിക്കുന്നോ ആ ഭാഗത്താണ് ഇൻഡ്യൂസ്ഡ് പോസിറ്റിവിറ്റിയും മറ്റേ എൻഡിൽ നെഗറ്റിവിറ്റിയും ഫോം ചെയ്യും. ഇവിടെ ഇപ്പോൾ കണ്ടക്ടർ ഇങ്ങോട്ടാണ് ചലിക്കുന്നത്, അപ്പോൾ തള്ളവിരൽ ഇങ്ങോട്ട് ചൂണ്ടിയിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പോൾ വലത് കൈയുടെ ഉള്ളം കൈ ചെന്ന് ഈ വെക്ടർ മുട്ടുന്ന രീതിയിൽ കൈവെള്ള വരത്തക്കവണ്ണം പിടിക്കണം. അപ്പോൾ തള്ളവിരൽ കണ്ടക്ടർ ചലിക്കുന്ന ദിശയിലൂടെ. എങ്കിൽ ഈ 4 വിരലുകൾ എങ്ങോട്ട് ചൂണ്ടിയിരിക്കുന്നു അവിടാണ് ആ കണ്ടക്ടറിൻ്റെ ഇൻഡ്യൂസ്ഡ് പോസിറ്റീവ് ചാർജ്. ഇവിടെ നെഗറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. ഇതിനിടയ്ക്കുള്ള വോൾട്ടേജാണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഇതാണ് റിപ്പ്. ഇപ്പം മോട്ടോർ റൂളാണെങ്കിൽ LMP, ലോക്കൽ മെഡിക്കൽ പ്രാക്ടീഷണർ, ലെഫ്റ്റ് മോട്ടോർ പാം. ഇത് റിപ്പ്, റൈറ്റ് ഇൻഡക്ഷൻ പാം. അപ്പോൾ ഇൻഡക്ഷൻ വെക്കുമ്പോൾ ഇൻഡ്യൂസ്ഡ് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടല്ലോ എന്നർത്ഥം. RP റൈറ്റ് പാം. LMPയിൽ മോട്ടോർ റൂളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മോട്ടോർ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അവിടെ ഡയറക്ഷൻ കാണാനുള്ള റൂളാണ് അത്. ഇനി നമുക്ക് ഈ സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇങ്ങനെ 2 സംഗതികളുണ്ട്. നമുക്കറിയാം, ഒരു കുട്ടിയെ തല്ലിക്കഴിഞ്ഞാൽ അതങ്ങ് കാര്യം, അതൊരു തരം സെൽഫ് ഇൻഡക്ഷൻ. ഒരു കോയിലിലെ കറണ്ട്, ഒരു കോയിലിൽ കൂടെ കടത്തിവിടുന്ന കറണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ, അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനോ സ്ട്രെങ്ത് കുറയ്ക്കാനോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ ശ്രമിച്ചാൽ ഉടനെ ആ കോയിൽ അതിനെ എതിർക്കും. whenever we try to change the current in a coil in magnitude or direction or both, the coil will oppose by developing an EMF, a counter EMF in the coil. This phenomenon is called self-induction. ഈ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളൊരു കറണ്ട് പാസ് ചെയ്യും, ഒരു കോയിലിൽ കൂടെ സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതിൻ്റെ സ്ട്രെങ്തും ഒക്കെ നമ്മൾ കണ്ടതാണ്. അല്ലെ, അതിനകത്ത് നമ്മളൊരു കറണ്ട് ഒരു കോയിലിൽ കൂടെ കടത്തി വിടുമ്പോൾ ആ കോയിലുമായിട്ട് ബന്ധപ്പെട്ട് ആ കോയിലിനകത്തൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. തീർച്ചയായിട്ടും ഈ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കടത്തി വിടുന്ന കറണ്ടിൻ്റെ സ്ട്രെങ്തിന് പ്രൊപ്പോർഷനില്ല. ശക്തിയുള്ള കറണ്ട് കടത്തി വിട്ടാൽ ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതിനകത്തുണ്ടാവും. അപ്പോൾ നമുക്കെങ്ങനെ പറയാം, ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് തീർച്ചയായിട്ടും അതിലെ കറണ്ടിന് പ്രൊപ്പോർഷനില്ല. Phi B is proportional to I, or phi B equals a constant in L into I, capital L into I. ഈ എല്ലിന് പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ഓർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ. അത് ആ കോയിലിൻ്റെ ഒരു കോൺസ്റ്റൻ്റാണ്. കോയിലിൻ്റെ നീളം, ഡയമീറ്റർ, അതിൻ്റെ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റൻ്റാണ്. അതിന് സെൽഫ് ഇൻഡക്റ്റൻസ് ഓർ കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യുന്നത്, ഇവിടുന്ന് ഡിഫൈൻ ചെയ്യാൻ L ഈക്വൽസ് phi B by I.
So coefficient of self-induction is the ratio of magnetic flux linkage to the strength of current in the coil. In the unit ഹെൻറി എന്നാണ്. ഹെൻറി ക്യാപിറ്റൽ എച്ച് എന്ന സിമ്പിളായിട്ട് എഴുതുമ്പോൾ, അതല്ലെങ്കിൽ സ്മോൾ ലെറ്റർ HENRY ഹെൻറി എന്ന് തീർത്തെഴുതുമ്പോൾ, സയൻറ്റിസ്റ്റിൻ്റെ പേരാണെങ്കിൽ യൂണിറ്റായിട്ട് എഴുതുമ്പോൾ സ്റ്റാർട്ടിങ് ലെറ്റർ സ്മോൾ ലെറ്ററേ ഉപയോഗിക്കാവൂ. ഇതാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട്. നമ്മൾ ഒരു കുഞ്ഞിനെ അടിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കുഞ്ഞ് കരയുക, ഇത് മ്യൂച്വൽ ഇൻഡക്ഷനാണ്. നമ്മുടെ കുട്ടിയെ തല്ലി, അപ്പോൾ അയൽവക്കത്തെ കൂട്ടി കിടന്നുകൊണ്ട് മൂങ്ങുക, അപ്പോൾ ഇൻഡക്ഷൻ. അവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അപ്പം ഇവിടെ അത് തന്നെ, രണ്ട് കോയിൽസ് അടുത്തടുത്ത് വെച്ചിരിക്കുക. ഇത് കോയിൽ 1, ഇത് കോയിൽ 2. ഇതൊരു ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തിരിക്കുക, ഇതൊരു ഗാൽവനോമീറ്ററിലും കണക്ട് ചെയ്യുക. ഇവിടുത്തെ സ്വിച്ച് കുത്തുമ്പോൾ ഇതിനകത്തെ കറണ്ട് പെട്ടെന്ന് 0യിൽ നിന്ന് കൂടി ഒഴുകാൻ തുടങ്ങും. ഒട്ടനെ ഇതിലെ സൂചി അനങ്ങുന്ന കാണാം. ഇതുപോലെ ഇവിടെ സ്വിച്ച് ഊരുമ്പോഴും കറണ്ട് ഇതിനകത്ത് കുറഞ്ഞങ്ങ് 0 ആകും. ഉടനെ വീണ്ടും ഇവിടെ സൂചി അനങ്ങുന്ന കാണാം. ഇത് സ്വിച്ച് കുത്തി സ്ഥിരമായിട്ട് വെച്ചേക്കുക, ഇതിനകത്തെ കറണ്ട് സ്റ്റഡിയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് സൂചി 0യിൽ നിൽക്കും, ഇതിനകത്തൊരു മണ്ണം കട്ട ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് പറയാവുന്നത്, രണ്ട് കോയിൽ അടുത്തടുത്തിരിക്കുകയും അതിലൊരു കോയിലിലെ കറണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ സ്ട്രെങ്ത് ഡയറക്ഷൻ മാറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന കോയിലിൽ ഒരു EMF ജനറേറ്റഡ് ആകും. അതിനെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയും. അപ്പോൾ when two coils are placed adjacent to each other and current in one of them is changed, an induced voltage will develop in the other coil. This phenomenon is called mutual induction. അപ്പോൾ അതിൽ പ്രകൃതിയുടെ സ്വഭാവ എതിർപ്പ് തരിക. നമ്മൾക്ക് ചേഞ്ച് ഒരിക്കലും പ്രകൃതി ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ചേഞ്ച് ഒന്നും ആശാന് ഇഷ്ടമല്ല, ആശാട്ടിക്ക് ഇഷ്ടമല്ല. അത്രയേ ഉള്ളൂ കാര്യം. ഇതിപ്പോൾ ഈ ബാറ്ററി കണക്ഷൻ കൊടുത്തിരിക്കുന്ന നമ്മൾ പ്രൈമറി സെല്ലെന്ന് വിളിക്കും, കോയിലെന്ന് വിളിക്കും, മറ്റേതിനെ സെക്കൻഡറി കോയിലെന്നും വിളിക്കും. ഇതിൽ ചുരുക്കത്തിൽ ഇതിലെ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിലൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് വരും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ പരിസരത്തോട്ടും വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ കോയിലിരിക്കുന്നത് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചേഞ്ച് വന്നാലും, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചേഞ്ച് വന്നാലും ഇതിനകത്ത് ആ ചേഞ്ച് പ്രതിഫലിക്കും, അടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഫലത്ത് ഇതിനകത്തെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുക. ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ ഇൻഡക്ഷൻ നടക്കും. അതല്ലേ ഫാരഡേസ് ലോ. അപ്പം നമുക്ക് പറയാം, ഇതിലെ ഫ്ലക്സ് ഇതിലെ കറണ്ടിന് പ്രൊപ്പോർഷനില്ല. അതായത് φ2 ഈ കോയിലിലെ ഫ്ലക്സ് ഇതിൽ കൂടെ കടത്തി വിടുന്ന കറണ്ടിന് പ്രൊപ്പോർഷനില്ല. φ2 ഈസ് പ്രൊപ്പോർഷൻ ടു I1 ഓർ φ2 ഈക്വൽസ് ക്യാപിറ്റൽ M ഇൻറ്റു I1. തിരിച്ചും പറയാം, ഇതിലെ കറണ്ട് കൊണ്ട് ഇതിനകത്ത് ഫ്ലക്സ് ഉണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ φ1 ഈക്വൽസ് M ഇൻറ്റു I2. ഈ എമ്മിന് പറയുന്ന പേരാ കോയഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. കോയിൽ അകന്നകന്നിരിക്കും തോറും ഈ എമ്മിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ഇതിൽ ഈ രണ്ട് കോയിലിനും സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ട്, L1ഉം L2ഉം. അതും എമ്മും കൂടെ ഒരു റിലേഷനുണ്ട്. M ഈക്വൽസ് K ഇൻറ്റു റൂട്ട് ഓഫ് L1 L2 ഓർ K ഈക്വൽസ് M ബൈ റൂട്ട് ഓഫ് L1 L2. ഈ കേക്ക് പറയുന്ന പേരാണ് കോയഫിഷ്യൻ്റ് ഓഫ് മാഗ്നറ്റിക് കപ്ലിംഗ്. അതായത് ഈ കെയുടെ മാക്സിമം വാല്യൂ 1. അപ്പോൾ അത് ടൈറ്റ് കപ്ലിംഗ് ആണെന്ന് പറയും. കോയിൽ രണ്ട് കോയിലും വളരെ അടുത്തിരിക്കുകയും ഒരു കോയിലിലെ ചെറിയ കറണ്ട് ചേഞ്ച് പോലും മറ്റേ കോയിൽ വലിയ EMF ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ടൈറ്റ് കപ്ലിംഗ് ആണെന്ന് പറയും. അപ്പോൾ K ഫാക്ടർ 1. എന്നാൽ ഒരു കോയിൽ തിരുവല്ലയിലും മറ്റേ കോയിലങ്ങ് ന്യൂഡൽഹിയിലും കൊണ്ടുവച്ചാൽ ഈ കോയിലിൽ എന്തോ ചേഞ്ച് ചെയ്തില്ല, അതിന് എഫക്റ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ അവിടെ കപ്ലിംഗ് ഇല്ല.
അവർ തമ്മിൽ ബന്ധമൊന്നുമില്ല. അവിടെ കെ വാല്യൂ 0 അപ്പോൾ കോയഫിഷ്യൻ്റ് ഓഫ് മാഗ്നറ്റിക് കപ്ലിങ്ങിൻ്റെ കെയുടെ ലിമിറ്റിംഗ് വാല്യൂസ് 0 1 If it is 1 or nearly 1, coupling is said to be tight coupling. If it is 0 or near to 0, coupling is said to be loose coupling. ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ മൂലം. അവിടെ ടൈറ്റ് കപ്ലിംഗ് കൊടുക്കണം, എങ്കിലേ ട്രാൻസ്ഫോമറിൻ്റെ പെർഫോമൻസ് എഫിഷ്യൻ്റ് ആവും. ഇനി നമുക്ക് ഈ AC ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കടക്കണം. താങ്ക് യു.